സൗദിയിലെ വിവിധ പദ്ധതികൾ വേഗം കുറയ്ക്കുന്നതിന് പിന്നാലെ റിയാദിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിൽ കൂടുതൽ കരാറുകൾ ഇന്ന് ഒപ്പുവെക്കും. വിവിധ മേഖലയിലേക്കുള്ള ചെലവ് വർദ്ധിച്ചതോടെ കൂടുതൽ വ്യത്യസ്ത മേഖലയിൽ നിന്നും വരുമാനം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സൗദിയിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. കായിക മേഖലയിലേക്കുൾപ്പെടെ ചെലവ് വർദ്ധിച്ചതോടെ സൗദിയിലെ വിവിധ പദ്ധതികൾ താൽക്കാലികമായി വേഗം കുറച്ചിട്ടുണ്ട്. റിയാദിൽ നിന്ന് FIIയിൽ വ്യത്യസ്ത മേഖലയിലേക്കുള്ള കരാറുകളുടെ പ്രഖ്യാപനവും ഉണ്ടാകും. റിയാദിൽ നിന്നും അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. സൗദി അറേബ്യയുടെ സാമ്പത്തിക രംഗം നിലകൊള്ളുന്നത് കാര്യമായും എണ്ണയെ ആശ്രയിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം സൗദിയുടെ നിക്ഷേപ മന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 68% സൗദി അറേബ്യയുടെ എണ്ണ മേഖലയിൽ നിന്നും, അതായത് പെട്രോൾ മേഖലയിൽ നിന്നുള്ള വരുമാനമായിട്ട് സൗദി അറേബ്യക്ക്, ക്രൂഡ് ഓയിൽ മേഖലയിൽ നിന്നും സൗദി അറേബ്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള മേഖലയിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് ടൂറിസം ഉൾപ്പെടെ, വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള ഇതര മക്ക മദീന ഉൾപ്പെടുന്ന റിലീജിയസ് ടൂറിസവും അതോടൊപ്പം തന്നെ വൈവിധ്യമാർന്ന നിക്ഷേപ മേഖല വഴിയുമാണ് സൗദി അറേബ്യക്ക് കാര്യമായും നിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയിലെ ഏറ്റവും സോവറിൻ വെൽത്ത് ഫണ്ട് എന്നറിയപ്പെടുന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിൽ നടക്കുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ ഇന്ന് സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട വാണിജ്യ കരാറുകളാണ് ഒപ്പുവെക്കാനിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സൗദിയിലേക്ക് വരാനിരിക്കുന്നവരും ഒപ്പം തന്നെ സൗദി അറേബ്യ കൂടുതൽ മേഖലയിലേക്ക് നിക്ഷേപം ഇറക്കാൻ ആഗ്രഹിക്കുന്നതുമായ മേഖലയിലുള്ള കരാറുകളുടെ സൈനിങ് സെറിമണി ആയിരിക്കും ഇന്ന് കാര്യമായി നടക്കുക. വൻകിട പദ്ധതികൾ നേരത്തെ, നിയോം ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികൾ നേരത്തെ പ്രഖ്യാപിച്ചതിന് ശേഷം വിവിധ മേഖലയിൽ നേരത്തെ ഒരു എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി അതിന് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് സൗദി അറേബ്യ കൂടുതലായും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് മാറിക്കൊണ്ട് കായിക മേഖലയിലേക്ക് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരേ സമയം വ്യത്യസ്ത മേഖലയിൽ ഒരേ പ്രൊജക്ടുകൾ നടക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ ഫണ്ടിങ്ങിലെല്ലാം തന്നെ ഒരു ഡിലേ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനം. ഈ ഒരു സാഹചര്യത്തിൽ കായിക മേഖലയിലേക്ക് കൂടുതലായി ശ്രദ്ധയൂന്നുവാനാണ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്ന് പറയുന്നത് നിയോം ഉൾപ്പെടെയുള്ള വൻകിട റിയൽ എസ്റ്റേറ്റ് പദ്ധതികളായിരുന്നു. എന്നാൽ ഈ മേഖലയിലുള്ള പദ്ധതികൾ സ്വാഭാവികമായിട്ടും അതിൽ പൂർത്തിയാക്കാൻ കാലതാമസം സംഭവിക്കുന്ന സാഹചര്യത്തിൽ മറ്റു ഇതര മാർഗങ്ങളിലൂടെ വരുമാനം കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ലോജിസ്റ്റിക്സ് മേഖല വളരെ സജീവമായി, റിയാദ് എയർ ഉൾപ്പെടെയുള്ള പുതിയ വിമാന കമ്പനികൾ കൂടുതൽ സജീവമായി ഇറങ്ങുവാൻ ഒരുങ്ങുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ലോജിസ്റ്റിക്സ് മേഖല കൂടുതൽ സജീവമാക്കാൻ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ഖനന മേഖലയാണ്. ഇതുകൂടാതെ മക്ക മദീന ഉൾപ്പെടെയുള്ള റിയൽ എസ്റ്റേറ്റ് മേഖല കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതി കൂടി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലുണ്ട്. പ്രത്യേകിച്ച് മക്കയും മദീനയും കേന്ദ്രീകരിച്ചുള്ള റിലീജിയസ് ടൂറിസം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങൾ കൂടി കണക്ട് ചെയ്തുകൊണ്ടുള്ള പദ്ധതി കൂടി സൗദി അറേബ്യ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ലോജിസ്റ്റിക്കൽ പദ്ധതികൾ, ഒപ്പം തന്നെ ടൂറിസം പദ്ധതികൾ, ട്രെയിൻ യാത്രാ പദ്ധതികൾ എല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. ഇത്തരത്തിൽ വൈവിധ്യമാർന്ന മേഖലയിലേക്ക് നിക്ഷേപം എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് PIF. അതിന്റെ പ്രഖ്യാപനങ്ങൾ കൂടിയായിരിക്കും ഇന്ന് സൗദി അറേബ്യ സാക്ഷ്യം വഹിക്കുക. അപ്പോൾ സൗദിയുടെ ഭാവിയിൽ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന FIIയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മീഡിയ വൺ ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു. ഇക്കുറിയും അത് ഉണ്ടാകും. ഇതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് അഫ്താബ് നടത്തിയത്. അപ്പൊ നമുക്ക് ഇനി എന്താണ്?